ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ ലീക്ക്ഡ് പേപ്പർ അല്ല, സാമ്പിൾ പേപ്പർ ആണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മാത്സിലെ ഒരു 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമും കഴിഞ്ഞ NTPC റെയിൽവേയുടെ എക്സാമുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വരുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്നോട് പറയാണ് ഗൂഗിൾ, നിങ്ങൾ ഒരു 25 ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുമെന്ന് എക്സാം കണ്ടക്ടിങ് ബോഡി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഇത് തന്നെയായിരിക്കും. ഒരു സാമ്പിൾ പേപ്പറാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ വിത്തൗട്ട് എനി ഡിലേ ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ സിംപ്ലിഫൈ √50 പ്ലസ് √8 കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഏകദേശം ഒരു 101 ഷിഫ്റ്റുകളിലായിട്ട് 2525 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. പല ക്വസ്റ്റ്യൻസും പല ഷിഫ്റ്റുകളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ബെസ്റ്റ് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇതെങ്ങനെ ചെയ്യാം? എടാ, ഇതിന് ഭയങ്കരമായ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇവിടെ √49 ആയിരുന്നുവെങ്കിൽ നമുക്ക് 7 എഴുതായിരുന്നു. ഇത് √50 സോ നമുക്കറിയാം 7നേക്കാൾ ജസ്റ്റ് വലിയ വാല്യൂ ആയിരിക്കും അല്ലെ. √50 എന്ന് പറയുമ്പോൾ 7നേക്കാൾ ജസ്റ്റ് വലിയ വാല്യൂ 7+ അല്ലെ. 7നേക്കാൾ ചെറുതായിട്ടൊന്ന് കൂടുതലുള്ള വാല്യൂ ആയിരിക്കും. √8 ഇവിടെ പറയുന്നത് പ്ലസ് √8 എന്ന് പറയുമ്പോൾ എന്താ? എടാ, √9 ആണെങ്കിൽ 3 എഴുതായിരുന്നു. ഇവിടെ √8 ആണ്, അതായത് 3നേക്കാൾ ചെറുതായിട്ടൊന്ന് കുറവുള്ള വാല്യൂ 3- എന്ന് പറയുന്നത്. അപ്പൊ 7+ഉം 3- ഏകദേശം നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കാം ഏകദേശം എത്ര വരും? 10നോട് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും വരിക അല്ലെ. 10നോട് അടുത്തുള്ള വാല്യൂ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ആണല്ലോ. സോ നമുക്കറിയാം ഏത് ആൻസർ ആണ് 10നോട് അടുത്ത് വരുന്നത്? എടാ, √98 എന്ന് പറയുമ്പോൾ ഏകദേശം വാല്യൂ 10നോട് അടുത്തുള്ള ഒരു വാല്യൂ തന്നെയല്ലേ വരുന്നത്. സോ √58 വരും? ഇല്ല. √78 വരും? ഇല്ല. √68 വരും? ഇല്ല. ഓപ്ഷൻ എ എന്നുള്ളത് കണ്ണുപൂട്ടി നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിന് വേറെ ഓൾജിബ്രയിലെ വലിയ ഇക്വേഷൻസോ ഓൾജിബ്രിക് ഐഡന്റിറ്റീസോ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് നോളജ് ആണ്. ബേസിക് നോളജ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ കേട്ടോ. സോ ഇത് കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചതാണ്. ഓക്കെ ആണല്ലോ, സെറ്റാണ്. അധികം ചിന്തിക്കാനും ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദിസ് ഈസ് നെക്സ്റ്റ് വൺ. നമ്പർ സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം ഡിവിസിബിലിറ്റി റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. A 5-digit number 761xy is divisible by 90. Find x plus y. ഞാൻ മലയാളം കൊടുത്തിട്ടുണ്ട് അതിന്റെ, കാരണം കുറെ പേരൊക്കെ മലയാളത്തിൽ എക്സാം എഴുതുന്നുണ്ട് ഗ്രൂപ്പ് ഡി, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഏതുകൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 761xy എന്ന് പറയുന്നതാണ് നമ്പർ. സോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. y എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. yയുടെ വാല്യൂ 0 അല്ലെ. പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിലോ സം ഓഫ് ഡിജിറ്റ്, അക്കങ്ങളുടെ തുക 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അക്കങ്ങളുടെ തുക നോക്കിക്കോ, അതായത് 7 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 13 + 1 14. 14 + 0 എന്ന് പറയുമ്പോൾ 0 തന്നെ. അപ്പോൾ എക്സ് എന്തായിരിക്കണം? 14നോട് കൂടിയിട്ട് എന്ത് കൂട്ടിയാലാണ് 9ന്റെ മൾട്ടിപ്പിൾ കിട്ടുക? 14 + 4 18. 18 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 4 എന്ന് പറയുന്ന വാല്യൂ ആർക്ക് വരണം? എക്സിന് വരണം. ചോദിച്ചത് എന്താ? x + y ആണ് ചോദ്യം. എക്സ് എന്ന് പറയുന്നത് 4, y എന്ന് പറയുന്നത് 0. 4 + 0 എന്ന് പറയുമ്പോൾ 4 തന്നെ ആൻസർ. ഓപ്ഷൻ ഡി. പെട്ടെന്ന് ചെയ്തു പോവാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ തന്നെയാണ്. എന്നാലും നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. സിംപ്ലിഫൈ ദിസ് വൺ. എന്താ പറയുന്നത്? സേർട്സ് ആൻഡ് ഇൻഡീസസിലെ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷനും സേർട്സ് ആൻഡ് ഇൻഡീസസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. 16⁻⁻1 ഒരു സംഖ്യയുടെ ⁻⁻ വന്നു കഴിഞ്ഞാൽ അതിനെ എവിടെയാണോ പൊസിഷൻ അതിന്റെ റിവേഴ്സ് പൊസിഷനിലേക്ക് ഇടുക. ന്യൂമറേറ്ററിലാണെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് ഇടുക, ഡിനോമിനേറ്ററിലാണെങ്കിൽ ന്യൂമറേറ്ററിലേക്ക് ഇടുക അല്ലെ. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് തരാം. 16⁻⁻1 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരിക നോക്കിക്കോട്ടാം. ഇവിടെ 4⁻³ ഉണ്ട്. ഈ -3നെ നമ്മൾ മേലേക്ക് ഇട്ടാൽ 4⁻³ എന്ന് പറയാം. ഇവിടെ 16⁻1 ഉണ്ട്. ഇതിനെ താഴേക്ക് എടുത്താൽ 16⁻1 എന്ന് പറയാം. സോ അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിക്കോ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്ത് വന്നു? 4⁻³ വന്നു. ന്യൂമറേറ്ററിൽ ഓൾറെഡി ആരുണ്ട്? 8² ഉണ്ട്. ഓക്കെ അല്ലേ. ഡിവൈഡഡ് ബൈ 16⁻1 താഴേക്ക് വന്നു. 16⁻1നെ 16 എഴുതാം. ഇൻറ്റു 2�5. 2�5. ഓക്കെ അല്ലേ. ഹോൾ ടു ദ പവർ എന്താണ്? 1/3. 1/3 ആണ് ഹോൾ ടു ദ പവർ. നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കിക്കോ. വെട്ടിക്കളയാൻ പറ്റുന്നൊക്കെ വെട്ടിക്കളയാം. സോ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ വെട്ടിക്കളയാനായിട്ട് സാധിക്കുന്നത് നോക്കാം. അതായത് എടാ 2⁵ എന്ന് പറഞ്ഞാൽ ഈ 2⁵ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2⁵ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 32 ആണ്. 32 ആണിത്. ഇത് 8⁻2 എന്ന് പറയുമ്പോൾ 64 ആണ്. 32 എന്ന് പറയുന്നത് 64 എത്ര തവണ? 2 തവണ അല്ലെ. 2 തവണ വെട്ടിക്കളയാലോ.
എടാ നമുക്കറിയാം 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 64 ഇത് 16 ഉണ്ട്. 16 64 എത്ര തവണ? 4 തവണ. സോ 16 64 4 തവണ. സോ ഇവിടെ എന്ത് വന്നു? 4 × 2 8 വന്നു. 8 ആണല്ലോ. 8⁻1/3. 8⁻1/3 എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 8 എത്രയാണ്? ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുമ്പോൾ 2 അല്ലേ? 2ന്റെ ക്യൂബ് അല്ലേ 8? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി 2 അല്ലേ ആൻസർ? സിമ്പിൾ, ഈസി, ഒന്നുമില്ല. എവിടെ പൊസിഷനിലാണോ ഒരു സംഖ്യയുടെ പവർ നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ നേരെ റിവേഴ്സ് ചെയ്യുക. ആ നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് ആക്കി എഴുതുക. 16⁻1 ന്യൂമറേറ്ററിലുണ്ട്. 16⁻1 അതിന്റെ നേരെ ഡിനോമിനേറ്ററിൽ കിട്ടി കഴിഞ്ഞാൽ 16⁻1 എന്ന് എഴുതാം. ക്ലിയർ, സിമ്പിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലെങ്തി ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഒരിക്കലും പേടിക്കരുത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാം. ദ മന്ത്ലി, മലയാളം ഭയങ്കരമായിട്ട് ചെറുതായി പോയില്ല, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് വലുതാക്കാം. അടുത്ത ക്വസ്റ്റ്യനൊക്കെ വലിയ മലയാളമായിരിക്കും. അതെ, വലുതാ. ഓക്കെ, ദ മന്ത്ലി ഇൻകംസ് ഓഫ് 2 ഫ്രണ്ട്സ്. 2 ഫ്രണ്ട്സ് ഉണ്ട്, കിരണും മഹേഷും. അവരുടെ ഇൻകത്തിന്റെ റേഷ്യോ 5:8. എടാ, ഈ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ഉണ്ടല്ലോ, ഇത് ചോദിക്കും. SSCക്കും ചോദിക്കും, റെയിൽവേയുടെ എല്ലാ എക്സാമിനും ചോദിക്കും. ഇത് അങ്ങനെയാണ്, അതൊരു ഫിക്സഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അതിൽ നിന്നും നമ്മൾ മാറ്റം വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇൻകത്തിന്റെ റേഷ്യോ 5:8. രണ്ടുപേരും സേവ് ചെയ്യുന്നത് ഒരു മാസം 72,000 രൂപ. എടാ മോനെ, സേവ് ചെയ്യാൻ 72,000 രൂപ. വാവ്. ഇഫ് ദ റേഷ്യോ ഓഫ് ദെയർ മന്ത്ലി എക്സ്പെൻഡിച്ചർ 2:4, ഫൈൻഡ് ദ മന്ത്ലി ഇൻകം ഓഫ് കിരൺ. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. മന്ത്ലി സേവിങ്സ് 72,000. വാവ് ബെറ്റ, വാവ്. എങ്ങനെ ചെയ്യാം നോക്കാം. എടാ നമുക്കറിയാം ഇൻകം ഇസ് ഈക്വൽ ടു, ഞാൻ അധികം എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. ഇൻകം എന്ന് പറയുന്നത് എന്താ? ഇൻകം ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ ഇവിടെ നമുക്ക് ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സേവിങ്സ് തന്നെയാണെന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാനായിട്ട് അറിയാം. നമുക്കറിയാം, നമ്മൾ റേഷ്യോയിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇൻകത്തിന്റെ റേഷ്യോ എഴുതാം. ആരൊക്കെയാണ്? കിരണും മഹേഷും. കിരണിനെ K എന്നിട്ടു, മഹേഷ് M. ഓക്കെ, സോ ഇവരുടെ രണ്ടുപേരുടെയും ഇൻകത്തിന്റെ റേഷ്യോ ഐയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:8 ആണ്. ഓക്കെ, ഇവരുടെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:4 ആണ്. ഓക്കെ, കുറേ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അതിനെ ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇവരുടെ ഇൻകവും എക്സ്പെൻഡിച്ചറും, അതായത് ഇൻകത്തിന്റെ റേഷ്യോയും എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇൻകത്തിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും ഡിഫറൻസ് തന്നിരിക്കുന്നതാണ് സേവിങ്സ് അല്ലേ? ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സേവിങ്സ്. ഓക്കെ, അതെത്രയാണ്? 72,000. നമ്മൾ 72K എന്ന് എഴുതാലോ. എനിക്ക് 0 ഒക്കെ ഇടാൻ കുറച്ചൊരു മടിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. 72K, 72,000-ന് 72K എന്ന് എഴുതാലോ. അങ്ങനെയും സമയം ലാഭിക്കാം. ഓക്കെ, 0 ഇടുന്ന സമയം K ഇട്ട് കഴിഞ്ഞാൽ അത്രയും സമയം ലാഭിക്കാമല്ലോ. നോക്കിക്കോ, എന്താ ചെയ്യാറില്ല നമ്മൾ? ക്രോസ് പ്രോഡക്റ്റ് 5 × 4 20, 8 × 2 16. 20ഉം 16ഉം നമ്മളുള്ള വ്യത്യാസം എത്രയാണ്? 4 യൂണിറ്റ്. 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദ്യം. 2 × 72, 4 × 72. 2 × 72ഉം 4 × 72ഉം നമ്മളുള്ള വ്യത്യാസം എത്രയാടാ? 2 × 72ഉം 4 × 72ഉം നമ്മളുള്ള വ്യത്യാസം. അതിന് ഡിഫറൻസ് അല്ലേ? എടാ 4 × 72ഉം ശ്രദ്ധിച്ചോ, 2 × 72 ഇത് നമ്മളുള്ള വ്യത്യാസം എത്രയാടാ? എത്രയായിരിക്കും? 2 × 72 അല്ലേ? എടാ 4 ചക്കയും 2 ചക്കയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 ചക്ക അല്ലേ? സോ ഇതൊന്നും ചിന്തിക്കാൻ കൂടിയില്ല കേട്ടോ. 2 ചക്ക എന്ന് പറയുമ്പോൾ 2 × 72, 2 × 72, 72K എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിതിനെ തൊട്ട് താഴേക്ക് എഴുതുന്നുണ്ട്. ഓക്കെ, 72K. എനിക്ക് 0 ഇടാൻ മടിയാന്ന് അറിയാലോ അല്ലേ? സോ 2 എന്ന് പറയുന്നത് ഈ 4 വെട്ടിപ്പോയി 2 തവണ. 2 എന്ന് പറയുന്നത് ഇവിടെ വെട്ടിപ്പോയി എത്ര തവണ അല്ലേ? 4 തന്നെയല്ലേ വരുന്നത്? യെസ്, 4 തന്നെയാണ് വരുന്നത്. 4 ഇവിടെ 4 × യെസ്. ഓക്കെ, സോ ഇവിടെ 2 എന്ന് പറയുന്നത് 72-ൽ 36K അല്ലെ? 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 36K. ചോദ്യം എന്താടാ? മന്ത്ലി ഇൻകം ഓഫ് കിരൺ. കിരണിന്റെ ഇൻകം ആണ് ചോദിക്കുന്നത്. കിരണിന്റെ ഇൻകം എത്രയാ? 5 യൂണിറ്റ് ആണ് കിരണിന്റെ ഇൻകം. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 36K ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താടാ? 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 5 × 36, 5 × 36 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 × 5 180, 180K വരും. 180K. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, വളരെ ഈസി. ഒരുപാട് മെത്തേഡിൽ ചെയ്യാം, ഇഷ്ടം പോലെ മെത്തേഡുകളുണ്ട്. പക്ഷേ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, റേഷൻ പ്രപ്പോർഷൻ. ദ ഫോർത്ത് പ്രപ്പോർഷണൽ ടു. എടാ മലയാളം ഉണ്ട് കേട്ടോ. ഞാൻ മലയാളം എപ്പോഴും വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വായിച്ച് മലയാളം കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്കെല്ലാം കംഫർട്ടബിളാണ്. അങ്ങനെയല്ല, കുറേ സമയം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. ഫോർത്ത് പ്രപ്പോർഷണൽ ടു 20, 15, 8.
എടാ 3 സംഖ്യകളുടെ 3 ടേമുകളുടെ 3 എക്സ്പ്രഷൻസിന്റെ ഫോർത്ത് പ്രപ്പോർഷണൽ കാണാൻ പറഞ്ഞാൽ എന്താ? എ ബി സി. ഇതിന്റെ ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ. എ ബി സി ആണെങ്കിൽ ബി സി ബൈ എ. അവസാനത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുക 15 × 8 ഡിവൈഡഡ് ബൈ 20. ശ്രദ്ധിച്ചോ, ഇതിന്റെ ഫോർത്ത് പ്രപ്പോർഷനിൽ 15 × 8 ഡിവൈഡഡ് ബൈ 20. ഇതാണ് ഫോർത്ത് പ്രപ്പോർഷണൽ. ഓക്കെ സോ ഇതിന്റെ ഫോർത്ത് പ്രപ്പോർഷണൽ ഈസ് സെയിം ആസ് തേർഡ് പ്രപ്പോർഷണൽ ടു എ ആൻഡ് 30. എയും 30യുടെ തേർഡ് പ്രപ്പോർഷണലിന് ഈക്വൽ ആണെന്ന്. ഏത്? ഇത്. എയുടെയും 30യുടെ തേർഡ് പ്രപ്പോർഷണൽ എന്താ? തേർഡ് പ്രപ്പോർഷണൽ. 2 ടേമുകളുടെ തേർഡ് പ്രപ്പോർഷണൽ കാണാൻ സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ എന്താ? 30. 30ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 × 30 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ഏതാ? എ അല്ലേ? കണ്ടുപിടിക്കേണ്ടത് എ അല്ലേ? സിമ്പിൾ അല്ലടാ. എയുടെ മൂല്യം എന്ത്? എയുടെ വാല്യൂ എന്ത്? വെട്ടിക്കളഞ്ഞോ? 15 30ൽ 2 തവണ അല്ലെ? 2 എന്ന് പറയുന്നത് ഇവിടെ 4 തവണ, 4 എന്ന് പറയുന്നത് 20ൽ 5 തവണ, 5 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 150. ഓപ്ഷൻ ഡി. വേറെ എന്താ ചിന്തിക്കാനുള്ള? വിത്തൗട്ട് സ്പെൻഡിങ് സോ മെനി ടൈംസ് വി ക്യാൻ ഈസിലി ഫൈൻഡ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി 150 ഇസ് റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? സെറ്റ് സിമ്പിൾ അല്ലേ? എടാ ഫോർത്ത് പ്രപ്പോർഷണല്, മീൻ പ്രപ്പോർഷണല്, തേർഡ് പ്രപ്പോർഷണല് ഇതൊക്കെ പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒന്ന് ഷുവറാ. മീൻ പ്രപ്പോർഷണൽ ആണെങ്കിൽ ചുമ്മാ റൂട്ടിന്റെ ഉള്ളിലിട്ടിട്ട് ആ 2 ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് മീൻ പ്രപ്പോർഷണൽ. എയുടെയും ബിയുടെയും മീൻ പ്രപ്പോർഷണൽ ചോദിച്ചാൽ റൂട്ട് എ ബി. ഫോർത്ത് പ്രപ്പോർഷണൽ ചോദിച്ചാൽ ബി സി ബൈ എ. ഇനി തേർഡ് പ്രപ്പോർഷണൽ ചോദിച്ചാൽ ബി സ്ക്വയർ ബൈ എ. ഇത് 3 പഠിച്ചു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. അടുത്തേക്ക് പോയാലോ? സോ ദ നെക്സ്റ്റ് വൺ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ആവറേജ് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആട്ടോ. കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചതാ. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 9 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് ആദ്യത്തെ 9 ഇരട്ട സംഖ്യകളുടെ ആവറേജ്. ഇരട്ട സംഖ്യകളുടെ സം എന്താണ്? സമ്മും ആവറേജും പഠിച്ചു വെച്ചോട്ടോ. സം എന്ന് പറയുന്നത് ഇരട്ട സംഖ്യകളുടെ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ നാച്ചുറൽ ഈവൻ നമ്പേഴ്സിന്റെ ആണെങ്കിൽ സം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച, സം എന്ന് പറയുന്നത് n × n+1 ആണ് സം എന്ന് പറയുന്നത്. ഈ സമ്മിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എണ്ണം കൊണ്ട്. n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടില്ല. n വെട്ടിപ്പോയിട്ട് ഇതാണ് വന്നിരിക്കുന്നത് n+1 എന്ന് പറയുന്നത്. n+1 ആണ് ആവറേജ് എന്ന് പറയുന്നത്. 9 സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുമ്പോൾ 9 ആണ് n എന്ന് പറയുന്നത്. അപ്പൊ n+1 എന്ന് പറയുന്നത് 10. ഓപ്ഷൻ എ. ഒന്നുമില്ല, ഇത് നോക്കി പറയേണ്ടതാ. പെൻ എടുക്കാൻ പാടില്ല. പെൻ ഇടാനൊക്കെ ബി ജറൂരത്ത് നെയ് ജായേ. ഓക്കെ, സോ നമ്മൾ പേന എടുക്കാണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. 9 ആണെങ്കിൽ 10 ആണ് ആൻസർ, ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനാണെങ്കിൽ. അതുപോലെ ഓട് നമ്മൾ മനസ്സിലാക്കി വെക്കണേ. സിമ്പിൾ ആണ്, ഒന്നുമില്ല കേട്ടോ. ഇറ്റ്സ് വെരി ഈസി, വെരി സിമ്പിൾ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോൾവ് ദിസ് വൺ. ഇഫ് 20% ഓഫ് നമ്പർ ഇസ് ആഡഡ് ടു 60, ഓക്കെ, ഒരു സംഖ്യയുടെ 20% 60 എന്ന് പറയുന്ന നമ്പറിനോട് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതേ സംഖ്യ തന്നെ കിട്ടും. വാവ്, മാജിക്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 80% എത്ര? ഒരു സംഖ്യ നമുക്കറിയില്ല. നമുക്കറിയോ സംഖ്യേനെ നമുക്കറിയോ? അറിയില്ല. ആ സംഖ്യ എന്ന് പറയുന്നത് n ആക്കി എടുത്തോ. n ആണ് നമ്പർ. n-നെ എന്താണ്? 20% ഓഫ് ദ നമ്പർ ഇസ് ആഡഡ് ടു 60. n എന്ന് പറയുന്നതാണ് നമ്പർ, അതിന്റെ 20%. എടാ 20% എന്നൊക്കെ പറഞ്ഞ പെർസെൻറ്റേജ് പറഞ്ഞ പാടെ തന്നെ ഫ്രാക്ഷൻ ഓർമ്മ വരണം. 20% 1/5 അല്ലെ? 1/5 ആണ് 20% കേട്ടോ. 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? n എന്ന് പറയുന്ന സംഖ്യയുടെ 20% n/5 ആണ് അല്ലെ? ഇസ് ആഡഡ് ടു 60. 60നോട് കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതേ സംഖ്യ കിട്ടി, അതായത് n തന്നെ കിട്ടി. എങ്കിൽ 80%, ആ സംഖ്യയുടെ 80% ചോദ്യം. എടാ 60 ഇവിടെ നിർത്തി, n/5 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം എന്ത് വന്നു? -n/5 വന്നു. n/5 വന്നില്ലേ? അതായത് നമുക്ക് എന്ത് വരും? n - n/5, അതായത് 4n/5. 4n/5 എന്ന് പറയുന്നതാണ് എന്ത് വരിക? 60 വരിക അല്ലേ? 4n/5. ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 4 വെട്ടിപ്പോയി 15 തവണ. n എന്ന് പറയുന്നത് എന്ത് വന്നു? 5 × 15 75 വന്നു. 75 ആണ് n എന്ന് പറയുന്നത്. നമ്പർ 75 ആണ്. സോ കണ്ടുപിടിക്കേണ്ടത് നമ്പർ അല്ല, 80% ഓഫ് ദ നമ്പർ, അതായത് 75ന്റെ 80%. 75 എന്ന് പറയുന്നതിന്റെ 80%. 80% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20% 1/5 ആണെങ്കിൽ 80% എത്രയായിരിക്കും? 4/5 ആയിരിക്കും അല്ലെ? സോ 75ന്റെ 4/5 കാണണം. 4/5 എന്ന് പറയുമ്പോൾ 5 വെട്ടിപ്പോയി ഇവിടെ 15 തവണ. 15 × 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്താണല്ലേ? ഒന്നുമില്ല ചിന്തിക്കാൻ. ഇറ്റ്സ് വെരി ഈസി. ക്ലിയർ അല്ലേ? 60 ആണ്. ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റും കൂടെ ഒന്ന് ബിൽഡ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാണ്. ഇറ്റ്സ് വെരി ഈസി, സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി ആട്ടോ. നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാ ചോദിച്ചതാ, കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചതാ.
ദിലീപ് ഹാസ് സം ഹെൻസ് ആൻഡ് സം ഗോഡ്സ്. കുറച്ച് കോഴിയുണ്ട്, കുറച്ച് ആടുമുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് എനിമൽ ഹെഡ്സ്. ഒരു എനിമലിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കോഴിക്കാണെങ്കിലും ആടിനാണെങ്കിലും ഒരു തല മാത്രമേ ഉള്ളൂ അല്ലെ, ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ ആണല്ലോ. സോ ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താ? ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോഴിയുടെ എണ്ണവും ടോട്ടൽ ആടിന്റെ എണ്ണവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 33 അല്ലാണ്ട് ആടിന് 2 തലയുണ്ടോ? ഇല്ല. കോഴിക്ക് 10 തലയുണ്ടോ? ഇല്ല. ഒറ്റ തലയുള്ളൂ, എല്ലാവർക്കും ഓരോ തലയുള്ളൂ. സോ ഹെന്നിനെ H എന്നെടുത്തു, ഗോട്ടിനെ G എന്നെടുത്തു. ടോട്ടൽ ഹെന്നും ടോട്ടൽ ഗോട്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? കുറച്ച് താഴെ എഴുതി കഴിഞ്ഞാൽ സ്ഥലം കിട്ടുമോ? സ്ഥലം കിട്ടേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഏതാ? റൈറ്റ് സൈഡിൽ ഏതാ കേട്ടോ. ഓക്കെ, ഹെന്നെ പ്ലസ് ഗോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 33 33 ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് എനിമൽ ഫീറ്റ്. കാലുകളുടെ എണ്ണം എത്രയാണ്? 82 കാലുകളുടെ എണ്ണം. കോഴിക്ക് 2 കാലുണ്ട് അല്ലേ, ആടിന് 4 കാലുണ്ട്. ഓക്കെ, സോ കോഴിക്കുള്ള കാലുകളുടെ എണ്ണം H ആണ് കോഴികളുടെ എണ്ണമെങ്കിൽ 2H ആയിരിക്കും കാലുകളുടെ എണ്ണം അല്ലെ. പ്ലസ് ഗോട്ടിന് എണ്ണം G ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 4 കാലാണ് ഗോട്ടിനുള്ളത്. സോ 4G ആണ്. സോ ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ത്? 82 എന്ന് പറഞ്ഞിരിക്കുന്നത്. 82. ഓക്കെ, ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക. എന്തിന്റെ കണ്ടുപിടിക്കുക? ദിലീപിന് എത്ര ആടുകളുണ്ട്? ജിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ജിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഹെന്നിന്റെ വാല്യൂ ഈക്വൽ ആക്കാം. ഹെന്നിന്റെ വാല്യൂ ഈക്വൽ ആക്കണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ, ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്തായി മാറി? 2H ആയി മാറി. അതുപോലെ തന്നെ 2G ആയി മാറി. 33നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി മാറും? 66 മാറും. 66 ആയി മാറും. ഓക്കെ അല്ലേ, 66 ആയി മാറും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇതിൽ നിന്ന് ഇത് കുറച്ചോ, എങ്ങനെ വേണേൽ ചെയ്തോട്ടോ, എങ്ങനെ വേണേൽ ചെയ്തോ. എടാ 2Hൽ നിന്ന് 2H പോയി കഴിഞ്ഞാൽ 0, 4Gയിൽ നിന്ന് 2G പോയി കഴിഞ്ഞാൽ 2G കേട്ടോ. ഓക്കെ, 2G. 82ൽ നിന്ന് 66 പോയി കഴിഞ്ഞാൽ 14ഉം 2ഉം 16 അല്ലെ, 16 വരുന്നത്. 16. 2G = 16 ആണെന്നുണ്ടെങ്കിൽ G = എന്തായിരിക്കും? G = 8 ആയിരിക്കും. G = 8, ഓപ്ഷൻ സി. G ആടുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ആടുകളുണ്ട്? 8 ആടുകളുണ്ട്. ഒന്നുമില്ല, ഇവർ ഉദ്ദേശിച്ചത് ആ ലീനിയർ ഇക്വേഷൻ 2 സോൾവ് ചെയ്തിട്ട് കറക്റ്റ് വേരിയബിളിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല കേട്ടോ. വെരി സിമ്പിൾ, വെരി ഈസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ. ഇൻ ആൻ ഇലക്ഷൻ 60% ഓഫ് ടോട്ടൽ വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട്സ്. 60% ടോട്ടൽ ആൾക്കാരിൽ നിന്ന് 60% പേരാണ് വോട്ട് ചെയ്യാൻ വന്നത്. ഔട്ട് ഓഫ് ദിസ് 75% വോട്ടഡ് ഫോർ കാൻഡിഡേറ്റ് എ. റിമൈനിങ് വോട്ട്, അതായത് ബാക്കിയുള്ള 25% ആർക്ക് ചെയ്തു? ബിക്ക് ചെയ്തു. ബിക്ക് കിട്ടിയത് 75,000 വോട്ടുകളാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ്. സിമ്പിൾ, ഒരുപാട് മെത്തേഡിൽ ചെയ്യാം. നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സിന് എന്തായിട്ട് എടുത്തു? N ആയിട്ട് എടുത്തു. N ആണ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ്. ശ്രദ്ധിച്ച് കേട്ടോ, രജിസ്റ്റേർഡ് വോട്ടേഴ്സ് N ആണ്. സോ N ആണ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഇൻറ്റു. ഓക്കെ, ആ രജിസ്റ്റേർഡ് വോട്ടേഴ്സിലെ 60% പേരാണ് വോട്ട് കാസ്റ്റ് ചെയ്തത്, വോട്ട് ചെയ്യാൻ വന്നത്, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയത് 60%. ഓക്കെ, ഔട്ട് ഓഫ് ദിസ് 75% വോട്ടഡ് ഫോർ കാൻഡിഡേറ്റ് എ. ബിക്ക് കിട്ടിയത് 7,500 വോട്ടും. ഓക്കെ, സോ 60%. ഇതാണ് N ന്റെ 60%. 60% എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം എത്രയാണ്? 3/5 ആണ് 60% എന്നുള്ളത് ഓർമ്മ വരണം കേട്ടോ. അതിന്റെ ഫ്രാക്ഷൻ ഈ N ന്റെ 3/5 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഓക്കെ, കാൻഡിഡേറ്റ് എക്ക് ഇതിന്റെ ഇത്രയും വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ 75% കാൻഡിഡേറ്റ് എക്ക് പോയി. കാൻഡിഡേറ്റ് ബിക്ക് പോയതോ? ബാക്കിയുള്ള 75% പോയി കഴിഞ്ഞാൽ ബാക്കി 25% കാൻഡിഡേറ്റ് ബിക്ക് അല്ലെ. 25%. ഇതിന്റെ 25% എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഇതിന്റെ 25% കാൻഡിഡേറ്റ് ബിക്ക് കിട്ടി. ബിക്ക് കിട്ടിയ വോട്ടുകൾ എത്ര? 7,500. എടാ, ബിയുടെ കേസ് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആ 75% എടുക്കാതെ ബാക്കിയുള്ള 25% എടുത്തത്. ബിയുടെ കേസാ പറയണേ. ബിയുടെ വാല്യൂ ആണ് എക്സാക്ട് തരുന്നത്. എത്ര? 7,500 എന്നുള്ളത് ബിക്ക് കിട്ടിയ വോട്ടുകളാണ്. അപ്പൊ എയുടെ കേസ് ഒഴിവാക്കിക്കോ. എക്ക് 75 കിട്ടി കഴിഞ്ഞാൽ ബിക്ക് 25 ആണുള്ളത്. ബാക്കി രജിസ്റ്റർ ചെയ്ത വോട്ടുകളിലെ 25% ആർക്കാണ്? ബിക്കാണ്. 25% എന്ന് പറയുമ്പോൾ 1/4 ആണ്. അതാണ് ഞാൻ ബിയുടെ കേസ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതെത്രയാണ് പറയുന്നത്? ബിക്ക് കിട്ടിയ വോട്ട് 25%. അത് എത്രയാണെന്ന് പറയുന്നത്? 7,500 വോട്ടുകളാണിത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? N കണ്ടുപിടിക്കാൻ. വെട്ടിക്കളയണം മിസ്റ്റർ, വെട്ടിക്കളയണം അല്ലേ? ഇതാണുള്ള സംഭവം. സോ 3 എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞു. എത്ര തവണ? വേറെ കളർ കൊണ്ട് വെട്ടിക്കളയാട്ടോ. 3 എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞു. 75 എത്ര തവണ? 25. 2,500 കിട്ടി അല്ലെ. എടാ 5 × 4 എത്രയാണ്? 5 × 4 20. 20 × 2,500 എത്രയാ? 20 × 2,500. 20 × 2,500 എന്ന് പറയുമ്പോൾ എത്ര വരടാ?
50,000 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. എന്നെല്ലാം കണ്ടുപിടിക്കണ്ടേ? യെസ്, ഓപ്ഷൻ ബി. ഒന്നുമില്ല, സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, ചിലപ്പോൾ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ മനസ്സിലാക്കണം ഇതാണ് സംഭവം എന്നുള്ളത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോൾവ് ദിസ് വൺ. A shopkeeper marks the price of article 5360. Find the cost price. If allowing discount 8%, he still gain 34% cost price. Cost price, profit, market price, discount. ഈ 4 ടേമുകളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 മൈനസ് D%. ഓക്കെ, അതുപോലെ തന്നെ 100 പ്ലസ് P പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലാക്കിക്കോ. കോസ്റ്റ് പ്രൈസ് എത്രയാ? കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സി പി ആണ് കണ്ടുപിടിക്കേണ്ടത്. CP ഡിവൈഡഡ് ബൈ MP എന്താണ്? മാർക്കറ്റ് പ്രൈസ് 5360, 5360 ആണ് മാർക്കറ്റ് പ്രൈസ്, ഇസ് ഈക്വൽ ടു 100 മൈനസ് D. ഡിസ്കൗണ്ട് എത്രയാണ്? 8%. ഇതാണ് D എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്കൗണ്ട് 8% ആണ്. 100 മൈനസ് D എന്ന് പറയുമ്പോൾ 100 മൈനസ് 8 92 ഡിവൈഡഡ് ബൈ 100 പ്ലസ് P. പ്രോഫിറ്റ് എത്രയാണ്? സ്റ്റിൽ ഗെയിൻസ് എത്രയാണ്? 34%. അതായത് 100 പ്ലസ് 34 134. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടാ, ഇവിടെ വെട്ടിക്കളയാൻ എളുപ്പമാടാ. 134 എന്ന് പറയുന്നതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 536 കിട്ടും. 134 × 4 536. അതായത് ഇവിടെ എന്ത് തോന്നുന്നു? 40 വന്നില്ലേ? സോ CP അല്ലേ കാണണ്ടേ? 40 × 92. 40 × 92 എന്ന് പറയുമ്പോൾ ഏട്ടാ നോക്കണം, 40 × 92. ഇത് മൾട്ടിപ്ലൈ ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്ക്. ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്നത് എന്താണ്? അതിന് മുമ്പുള്ള നോക്കിക്കോ. 4 × 2 എത്രയാണ്? 8. 80 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. ഒരു നമ്പർ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 80 കിട്ടി. 80 വരുന്ന ഒരേ ഒരു ഓപ്ഷനുള്ള ഓപ്ഷൻ എ. മാർക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം മിസ്റ്റർ. മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒബ്സർവ് ദ യൂണിറ്റ് ഡിജിറ്റ്. യൂണിറ്റ് ഡിജിറ്റിനെ ഒബ്സർവ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? അധികം കഥ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് വൺ നോക്കിയേ, നോക്കടാ, ക്വസ്റ്റ്യൻ നോക്ക്, നല്ല ക്വസ്റ്റ്യൻസുകൾ നോക്ക്. എ 275 മീറ്റർ ലോങ് ട്രെയിൻ ക്രോസസ് എ പ്ലാറ്റ്ഫോം. ട്രെയിൻ നല്ല നീളമുള്ള ഒരു ട്രെയിൻ. ഓക്കെ, അത് പ്ലാറ്റ്ഫോമിൽ കൂടെ ക്രോസ് ചെയ്യുക. പ്ലാറ്റ്ഫോമിന്റെ നീളം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളത്തിന്റെ 3 ഇരട്ടിയാണ്. പ്ലാറ്റ്ഫോം ത്രൈസ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, 44 സെക്കൻഡ് കൊണ്ട് ആ പ്ലാറ്റ്ഫോമിനെ കവർ ചെയ്തു. വാട്ട് ഈസ് എ സ്പീഡ് ഓഫ് ട്രെയിൻ ഇൻ km/h? ഓക്കെ, ഫൈൻ, നമുക്ക് ചെയ്യാലോ. നമുക്കെന്താ പ്രശ്നം? നമുക്ക് ചെയ്യാം. എടാ, സ്പീഡാണ് കാണേണ്ടത്. സ്പീഡ് സിഗൾ ടു വാട്ട്? സ്പീഡ് സിഗൾ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ? ഡിസ്റ്റൻസ് എന്താണ്? ആ ട്രെയിൻ പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ ട്രെയിൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. ട്രെയിനിന്റെ ലെങ്ത് എത്രയാ? 275 ആണല്ലോ. 275 ആണ് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എത്രയാ? ത്രൈസ് ദ ട്രെയിനിന്റെ ലെങ്ത്. ട്രെയിനിന്റെ ലെങ്ത്തിന്റെ 3 ഇരട്ടിയാണ്. സോ മനസ്സിലാക്കാം, 275 ആണ് ട്രെയിനിന്റെ ലെങ്ത്, അതിന്റെ 3 ഇരട്ടി. ഇതാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 44 സെക്കൻഡ്. വാവ്, 44 സെക്കൻഡ്. എടാ നോക്കടാ, സിമ്പിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യട്ടോ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യല്ല, സിമ്പിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യും. എടാ, 275 പ്ലസ് 275 × 3 ഇതാണല്ലോ. ഒരു 275 ഉണ്ട്, 3 275 ഉണ്ട്. ഒരു 275ഉം 3 275ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4 275. എത്രയാണ്? 4 275. അതല്ലേ ഇവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. 4 275. എടാ ശ്രദ്ധിച്ചോ, 4 × 275 275 ഡിവൈഡഡ് ബൈ എടാ എന്താണ്? 44. ഇത് എന്താണ്? സ്പീഡ് കിട്ടും. ഏതിലാണ് കിട്ടുക? മീറ്റർ/സെക്കൻഡിൽ. കാരണം 275 മീറ്റർ ആണ്, 44 സെക്കൻഡുമാണ്. മീറ്റർ/സെക്കൻഡിൽ കിട്ടുക. 4 എന്ന് പറയുന്നത് ഇവിടെ വെട്ടിപ്പോയി 11 തവണ. 11 എന്ന് പറയുന്നത് 275 വെട്ടിപ്പോയി എത്ര തവണ? 25 തവണ. 25 മീറ്റർ/സെക്കൻഡ് ആണ് കിട്ടുക അല്ലെ? സോ 25 മീറ്റർ/സെക്കൻഡ് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് km/h വേണ്ടത്. സോ മനസ്സിലാക്കിക്കോ, 25 × km/h കിട്ടാൻ എന്താണ്? 18 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ/സെക്കൻഡ് കിട്ടാൻ 5/18 കൊണ്ട്, km/h കിട്ടാൻ 18/5 കൊണ്ട്. 5 വെട്ടിക്കളയ മിസ്റ്റർ. 5 × 18, 18ന്റെ പകുതി 90, 9 90. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഗോട്ട് ഇറ്റ്? സിമ്പിൾ നാ, സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ ആണേ, ഒന്നും ചിന്തിക്കാനില്ല, വളരെ ഈസി. നോക്കിയേ, നോക്കടാ, നോക്ക്.
എ പ്ലസ് ബി പ്ലസ് ഈസ് ഈക്വൽ ടു 0, ദ വൺ ഓഫ് ദ ഫേമസ് ക്വസ്റ്റ്യൻസ്. അതെ, നമുക്കറിയാം ചോദിക്കുന്നുണ്ട്, SSCക്കും ചോദിക്കുന്നുണ്ട്, NTPCക്കും ചോദിക്കുന്നു, ഗ്രൂപ്പ് ഡിക്കും ചോദിക്കുന്നു, ALPക്കും JEക്കും എല്ലാത്തിനും ചോദിക്കുന്നു. 3 സംഖ്യകളുടെ തുക 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഹോൾ സ്ക്വയർ. മനസ്സിലാക്കിക്കോ, എ പ്ലസ് ബി പ്ലസ് സി 0, എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ, രണ്ടിനും ഒരേ ഉത്തരം. നോക്കിക്കോ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, എന്തായിരിക്കണം? 3ABC ആയിരിക്കണം. ഇതാണ് റിസൾട്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3ABC ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്താണ്? 3ABC. 3ABC ഉണ്ട്. ഓക്കെ, അതിനെന്തുണ്ടാ? അതിനൊരു സ്ക്വയർ ഇല്ലേ? സ്ക്വയർ. സോ സ്ക്വയർ ഉണ്ട്. സോ ഇതെന്ത് വരും? 9A സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. 9A സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ, വളരെ ഈസി. മനസ്സിലാക്കി വെച്ചോ. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ് ഇത്, ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, ചോദിക്കാറുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിലും എ ഇസിക്വൽ ടു ബി ഇസിക്വൽ ടു 0 ആണെങ്കിലും ഇതാണ് റിസൾട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അറിഞ്ഞിരിക്കണം. സോൾവ് ചെയ്ത് സോൾവ്. ക്വസ്റ്റ്യൻ്റെ വലിപ്പമൊന്നും കണ്ടു പേടിക്കേണ്ട. ദ പ്രൈസ് ഓഫ് ഫ്യൂവൽ ഡിക്രീസസ്. ഫ്യൂവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പെട്രോളാണ് വരിക. ഡിക്രീസ് ആവുമോ? എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ദ പ്രൈസ് ഓഫ് ഫ്യൂവൽ ഡിക്രീസസ് ബൈ 45% കുറയുന്നു, പിന്നെ 60% കുറയുന്നു, പിന്നെ 55% കുറയുന്നു. ഇൻ 3 സക്സസീവ് ആയിട്ടുള്ള മന്തിൽ, അടുപ്പിച്ചുള്ള മന്തിൽ, പിന്നെ ഒരു 50% കൂടുന്നു. ഓക്കെ, അതിൽ പ്രതീക്ഷയുണ്ട്. 50% കൂടുന്നതിൽ. ഇൻ ദ 4th month, 4ാമത്തെ മാസത്തിൽ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ഫ്യൂവൽ ഇൻ ദ 4th month ആസ് കമ്പയർ ടു ദ ഒറിജിനൽ പ്രൈസ്? ഇതാണ് ചോദ്യം. ഇതിന് ഏറ്റവും ബെസ്റ്റ് റേഷ്യോ മെത്തേഡാണ്. സക്സസീവ് ആയിട്ടുള്ള 3% വ്യത്യാസം വരുമ്പോൾ നമ്മൾ വേറെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. 4% ഡിഫറൻസ് ഒക്കെയാണ് വരുന്നത്. 4ാമത്തെ മാസം വരെ ഉണ്ട്. നോക്കുക, ഇതിലൊക്കെ പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓർമ്മ വരണം. 45% എന്ന് പറയുമ്പോൾ ഓർമ്മ വരണം 5% വേണ്ട. നമുക്ക് 45% എന്ന് പറയുമ്പോൾ എന്താണ്? 5% എന്ന് പറയുമ്പോൾ 1/20 ആണ്. 45 എന്ന് പറയുമ്പോൾ 9/20 ആണ്. ഓക്കെ, 9/20. എടാ മനസ്സിലാക്കുക, 9/20 ഡിക്രീസ് ആണല്ലോ, -9/20. അതായത് പെട്രോളിന്റെ ഇനീഷ്യൽ വാല്യൂ ശ്രദ്ധിച്ച് കേൾക്കണേ, ഫൈനൽ വാല്യൂ ആണ് ഞാൻ എഴുതുന്നത്. ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ. അതായത് പെട്രോൾ അല്ല, ഫ്യൂവല്. ഓക്കെ, സോ 45% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 9/20 ആണ് 45%. 20 ആയിരുന്നു വാല്യൂ, 20 ആയിരുന്നു ഇനീഷ്യൽ വാല്യൂ. അതിൽ നിന്ന് 9 കുറഞ്ഞു. 20ന്റെ 9, 45%ആണ് 9. 45% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 20 രൂപയാണെങ്കിൽ അതിന്റെ 9 രൂപ കുറഞ്ഞു. എന്നിട്ട് എത്രയായി മാറി? 20ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 11 രൂപയായിട്ട് മാറി. ഇനീഷ്യൽ വാല്യൂ 20, ഫൈനൽ വാല്യൂ 11. റേഷ്യോ മെത്തേഡാണ്. 60% എന്ന് പറയുമ്പോൾ എത്രയാണ്? 60% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20% എന്ന് പറയുമ്പോൾ 1/5 ആണ്. 60% എന്ന് പറയുമ്പോൾ 3/5 ആണ്. 3/5 കുറയാണ് ചെയ്യുന്നത് അല്ലേ? സോ 5 ഉണ്ടായിരുന്ന വാല്യൂ എത്രയായി മാറി? 3 കുറഞ്ഞിട്ട് 2 മാറി. ഓക്കെ, 55%. 55% എന്ന് പറയുമ്പോൾ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ആണ്. 55 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5% 20 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 11 അല്ലേ? മൈനസ്. സോ 20 ഉണ്ടായിരുന്ന ഫ്യൂവലിന്റെ വാല്യൂ 11 കുറഞ്ഞിട്ട് എത്രയായി മാറി? 9 മാറി. ഇതാണ് 3 മാസം സംഭവിച്ചത്. 4ാമത്തെ മാസം 50% ഇൻക്രീസ് ആണ്. അതായത് പ്ലസ് 1/2. 1/2 ആണല്ലോ 50%ന്റെ ഫ്രാക്ഷൻ. 2 രൂപയുണ്ടായിരുന്ന സംഭവം 1 രൂപ കൂടിയിട്ട് എത്രയായി മാറി? ഫൈനൽ വാല്യൂ 3 മാറി. ഇതാണ് സംഭവം. ഇതാണ് റേഷ്യോ മെത്തേഡ്. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഇവിടെ ഉള്ളതെല്ലാം ഗുണിക്കുക, ഇവിടെ ഉള്ളതെല്ലാം ഗുണിക്കുക. അപ്പോൾ 2 വാല്യൂസ് ആയിട്ട് കിട്ടും. ആ വാല്യൂസ് വെട്ടിക്കളഞ്ഞിട്ട് ചെറുതാക്കുക. ഇതാണുള്ള പ്രോസസ്സ്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ തന്നെ 2 ഓപ്പോസിറ്റ് സൈഡിലുള്ളത് വെട്ടിക്കളഞ്ഞു. എന്തായാലും ലാസ്റ്റ് വെട്ടിക്കളയണം. അത് ഇപ്പോഴേ വെട്ടിക്കളഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നോക്കിക്കോ, 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, വെട്ടിക്കളഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും വെട്ടിക്കളയാണ്ടോ? ഇല്ല. 20 × 5 എന്ന് പറയുമ്പോൾ 100, 100 × 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2000, 2000. ഓക്കെ അല്ലേ? 2000 ആണ് ഇനീഷ്യൽ വാല്യൂ. ഫൈനൽ വാല്യൂ എന്താ? 9 × 3 27. 27 × 11 എന്ന് പറയുമ്പോൾ എത്ര? 27 × 11 എന്ന് പറയുമ്പോൾ 297 അല്ലേ? അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന വാല്യൂ എന്ന് പറയുന്നത് 2000 രൂപയായിരുന്നു. ഈ സക്സസീവ് ആയിട്ടുള്ള ഡിക്രീസും ഈ ഇൻക്രീസും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനൽ വാല്യൂ 297 ആയി. ഓക്കെ, 297 ആയി മാറി. ക്ലിയർ ആണല്ലോ? അപ്പം എന്താണ്? മൊത്തത്തിൽ കുറയാനാണ് ചെയ്തത്. എടാ നോക്കിക്കോ, എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഇത് എക്സാക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കൊന്നും വേണ്ട. നിങ്ങൾ മനസ്സിലാക്കുക, ഇനീഷ്യൽ വാല്യൂ ഇതാണ്. ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ എന്തായി മാറി? 297 ആയി മാറി. 2000 നിന്ന് 297 ആവണമെങ്കിൽ മനസ്സിലാക്കുക, 2000ന്റെ 10% എത്രയാണ്? 2000ന്റെ 10%. 2000ന്റെ 10% 200 ആണ്.
10% 200 അല്ലെ? 200 2010%. ഇവിടെ 297 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 5% എന്താ? 200 10%. 5% എന്ന് പറയുമ്പോൾ 200ന്റെ പകുതി എത്രയാണ്? 100 അല്ലെ? 100 അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് 15% എന്ന് പറയുന്നത്. 15% എത്രയാണ്? ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. 15% എത്രയാണ്? 200 + 100 300 ആയിരിക്കും 15%. എവിടാ ഈ 297 എന്ന് പറയുന്നത്? അപ്രോക്സിമേറ്റ്ലി ശ്രദ്ധിച്ചോട്ടാ. 200 ഞാൻ നിൽക്കുന്ന കാരണം കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ അപ്രോക്സിമേറ്റ്ലി 297 എന്ന് പറയുമ്പോൾ 300 അല്ലേ? 300 ആക്കി എടുത്തോ. അതായത് 2000ന്റെ 15% മാത്രമാണ് 300 എന്ന് പറയുന്നത്. അതായത് 2000ന്റെ 15%ത്തിലേക്ക് മാറി. 2000 എന്ന് പറയുന്നത് 100% ആണെങ്കിൽ അതിന്റെ 15%ത്തിലേക്ക് മാറി. അതായത് 100ൽ നിന്ന് 15%ത്തിലേക്ക് മാറണമെങ്കിൽ എത്ര കുറഞ്ഞടാ? എത്ര കുറഞ്ഞു? 100ൽ നിന്ന് 15%ത്തിലേക്ക് വരണമെങ്കിൽ അവിടെ 85%-ഓളം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിക്രീസ് 85%. 85% ഡിക്രീസ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. ഡിക്രീസസ് ബൈ 85.15. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എക്സാക്ട് ഒന്നും വേണ്ട, ജസ്റ്റ് അപ്രോക്സിമേറ്റ് ചെയ്യടാ. ഇതൊക്കെ എക്സാക്ട് വാല്യൂ കിട്ടിയിട്ട് ആൾക്കാർ മാർക്ക് ചെയ്യുന്ന അല്ല. അപ്രോക്സിമേഷൻ, ആ ഒരു കാൽക്കുലേഷൻ്റെ ആ ഒരു ട്രിക്ക്, ഇതൊക്കെ തന്നെ ട്രിക്ക് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സിമ്പിൾ അല്ലേ? ഈസി ആണല്ലോ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് this is next one. 8 men or 9 women can do a job in 2 days. 8 men work for 1 day and leave. The number of women required to complete the remaining work in 9 days. എടാ 8 മെന്നും അല്ലെങ്കിൽ 9 വുമൺ, രണ്ടുപേർക്കും 2 ദിവസം കൊണ്ട് തീർക്കാം. ഓക്കെ, 8 മെന്നിന്റെ എഫിഷ്യൻസിയും ശ്രദ്ധിക്കുക. 8 മെന്നിന്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ 9 വിമണിന്റെ എഫിഷ്യൻസി സെയിമാ അല്ലെ? 8 മെന്ന് തീർക്കുന്ന വർക്ക് തന്നെ 9 വിമൺ തീർക്കും 2 ദിവസം കൊണ്ട്. ഓക്കെ, അവർ 2 പേരെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓരോരുത്തർ അക്കോമഡേറ്റ് ചെയ്ത സെയിം വർക്ക് 2 ദിവസം കൊണ്ട് തീർക്കും. സോ മെൻ ബൈ വുമൺ, മെന്നിന്റെ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ വിമണിന്റെ എഫിഷ്യൻസി. കേട്ടോ, എം എന്ന് പറയുന്നത് മെന്നിന്റെ എഫിഷ്യൻസി, ഡബ്ല്യൂ എന്ന് പറയുന്നത് വിമണിന്റെ എഫിഷ്യൻസി. എത്ര പേരുടെ? മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 9, വിമണിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8. ഇതാണ് സംഭവം. ഇത് എഫിഷ്യൻസിയാണ്. ഓക്കെ, കിട്ടി. 8 men work for 1 day and leave. Okay, 8 men work for 1 day and leave. The number of women required to complete the remaining work in 9 days. ടോട്ടൽ വർക്ക് എത്രയാടാ? നോക്കിക്കോ. എടാ 8 മെന്നിന് 2 ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലിയുള്ളൂ, അല്ലെങ്കിൽ 9 വിമണിന് 2 ദിവസം കൊണ്ട് തീർക്കാവുന്ന ജോലിയുള്ളൂ. ഏത് വെച്ച് വേണമെങ്കിലും ടോട്ടൽ വർക്ക് കാണാം. 8 മെന്നിന്, 8 മെൻ എന്ന് പറയുമ്പോൾ എന്താണ്? 8 മെൻ എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു മെന്നിന്റെ എഫിഷ്യൻസി എത്ര? 9. 9 72. 72 വെച്ചിട്ട് എത്ര? 2 ദിവസം വർക്ക് ചെയ്താൽ മതി. അതായത് ടോട്ടൽ വർക്ക് എത്ര? 144 വരും. 144 ടോട്ടൽ വർക്ക്. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, 144. ഓക്കെ, സോ ഈ 144 എന്ന് പറയുന്ന ടോട്ടൽ വർക്കിലെ 8 മെൻ വർക്ക് ഫോർ 1 ഡേ ആൻഡ് ലീവ്. 8 ആൾ ഒരു ദിവസം വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 8 മെൻ. 8 മെൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 മെൻ എന്ന് പറയുമ്പോൾ 8 മെൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? മെന്നിന്റെ എഫിഷ്യൻസി 9 ആണ്. 8 × 9 ഒരു ദിവസം വർക്ക് ചെയ്തു ഇൻറ്റു 1, അതായത് 72 വർക്ക് ചെയ്തു മെന്ന്. 72 വർക്ക് ചെയ്തിട്ട് അത് ലീവ് ചെയ്തു. അതിൽ 144 ടോട്ടൽ വർക്കിലെ 72 വർക്ക് ആര് ചെയ്തു? 8 മെൻ കൂടി ചെയ്തു. അപ്പോൾ 144 നിന്ന് 72 പോയാൽ ബാക്കി എത്രയുണ്ട്? 72 വർക്കാണ് ബാക്കിയുള്ളത്. റിമൈനിങ് വർക്ക് 72 തന്നെയാണ് ബാക്കിയുള്ള വർക്ക്. ഓക്കെ അല്ലേ? ഈ ബാക്കിയുള്ള 72 വർക്ക് വിമൺ തീർക്കുകയാണ് എത്ര ദിവസം കൊണ്ട്? 9 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വിമൺ വേണമെന്നാണ് ചോദിക്കുന്നത്, എത്ര സ്ത്രീകൾ വേണമെന്നാണ് ചോദിക്കുന്നത്. സോ 9 ദിവസം കൊണ്ട് തീർക്കണം. 9 ദിവസം കൊണ്ട് തീർക്കണം. അതായത് എത്ര പേരുണ്ട് അറിയില്ല. സോ നമുക്ക് വിമണിന്റെ എഫിഷ്യൻസി അറിയാം 8 ആണെന്ന്. 8 വിമണിന്റെ എഫിഷ്യൻസി എന്ന് അറിയാം. അപ്പോൾ എത്ര വിമൺ വേണടാ? 8 എഫിഷ്യൻസി എന്ന് അറിയാം. നമ്പർ ഓഫ് വിമൺ നമുക്കറിയില്ല, എന്ന് എടുത്തോ. സോ എന്ത് വരും? 9 × 8 72 തന്നെയാണ്. എത്ര വേണം? എത്ര ആൾ വേണ്ട? ഒരാൾ മതി. എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വിമൺ മാത്രം മതി 9 ദിവസം കൊണ്ട് ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓപ്ഷൻ ബി 1. സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? സിമ്പിൾ, ഈസി. സോൾവ് ദിസ് വൺ. Tan theta is equal to 12/5. What is the value of sec theta? Tan theta. Tan എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 12 ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിലെ ഈ ആംഗിളാണ് തീറ്റ എന്ന് വിചാരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 5 ആണ്. നമുക്കറിയാം 5, 12,
13 എന്ന് പറയുന്നത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. സോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നത് 13 യൂണിറ്റ് ആയിരിക്കും. ഗോട്ട് ഇറ്റ്? സോ ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? sec theta is the question. sec theta is the question. sec theta എന്ന് പറയുമ്പോൾ എന്താണ്? sec theta എന്ന് പറയുമ്പോൾ കോസിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. കോസിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. sec theta is equal to ഹൈപ്പോട്ടന്യൂസ് എത്രയാടാ? 13 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? 5. 13/5. ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യടാ. എന്താ ചിന്തിക്കാനുള്ളത്? ഒന്നുമില്ല ചിന്തിക്കാൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. 13/5. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. സോൾവ് ദിസ് വൺ. The interior angle of regular polygon is 156. How many sides does this polygon have? സിമ്പിൾ ആണ്. നമ്മൾ ഒരിക്കലും ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ ഇന്റീരിയർ ആംഗിളിൽ മാത്രം ചിന്തിച്ചിരിക്കരുത്. അവിടെ ആരുണ്ട്? എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്. ഒരു പോളിഗണിന്റെ ഒരു എഡ്ജ് ഞാൻ എടുക്കുന്ന കേട്ടോ. ഒരു എഡ്ജ് ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ പോകുന്നൊരു പോളിഗൺ. ഓക്കെ, അതിൻ്റെ ഒരു എഡ്ജ് ഞാൻ എടുക്കുകയാണ്. ഈ എഡ്ജ് ഞാൻ എടുത്തു. ഓക്കെ, ഇതിൻ്റെ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഇന്റീരിയർ ആംഗിൾ. ഇതാണെന്ന് പറയുന്നത് ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഞാൻ ആ സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും എന്ത്? ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ മുകളിലുള്ള ആംഗിൾസ് ആണ്. സോ അത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ 156 എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ചിന്തിക്കണം. അവിടെയുള്ള എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാ? 156 പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ 180 ആണ്. സോ 156 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 24 ഡിഗ്രിയാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇതാണ് ചിന്തിക്കേണ്ടത്. അവർ പറഞ്ഞിരിക്കുന്ന ഇന്റീരിയർ ആംഗിളുമ്പോൾ ലോക്കായി പോകരുത്. ലോക്കായി പോയി കഴിഞ്ഞാൽ ദ സൊല്യൂഷൻ ബിക്കംസ് മോർ ലെങ്തി ആയി മാറും. സോ എക്സ്റ്റീരിയർ ആംഗിൾ ചിന്തിക്കണം അവിടെ 24 ആണെന്നുള്ളത്. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ 24 ആണെന്നുണ്ടെങ്കിൽ സൈഡ് കണ്ടുപിടിക്കാൻ ആ സൈഡ് ഇസ് ഈക്വൽ ടു വാട്ട്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ n ഇസ് നമ്പർ ഓഫ് സൈഡ്, അതായത് 360 ഡിവൈഡഡ് ബൈ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ റെഗുലർ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ് കിട്ടും. സോ 360 ഡിവൈഡഡ് ബൈ 24, 360 ഡിവൈഡഡ് ബൈ 24 എത്ര വരെടാ? 12 കൊണ്ട് വെട്ടിക്കള. 12 30 തവണ. 12 എന്ന് പറയുന്നത് 2 തവണ. 2 എന്ന് പറയുന്നത് ഇവിടെ എത്ര തവണയാടാ? 15 തവണ. സോ ഓപ്ഷൻ ബി 15 നമ്പർ ഓഫ് സൈഡ്സ്. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഒന്നുമില്ല ചെയ്യാൻ. വളരെ സിമ്പിൾ, ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തതെന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് ദിസ് വൺ. What is the average speed of a bus which covers half the distance at a speed 72 and other half the distance at a speed 90? Okay, go. Equal distance. ശ്രദ്ധിച്ചോ, ഈക്വൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസും രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഈ രണ്ട് ഡിസ്റ്റൻസും സഞ്ചരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഇത് x km/hലും ഇത് y km/hലും ആണെങ്കിൽ ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2xy 2 ഇൻറ്റു ആ രണ്ട് സ്പീഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ x + y. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോ. ഇത് ചോദിക്കാറുണ്ട്. ഇത് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്? ഒരുപാട് തവണ. ഇനിയും ചോദിക്കും. എന്താ ചെയ്യേണ്ടത്? രണ്ട് സ്പീഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 72 ഇൻറ്റു 90 ഡിവൈഡഡ് ബൈ 72 + 90, അതായത് 162. ഓക്കെ, 162. 2 എന്ന് പറയുന്നത് ഇവിടെ വെട്ടിപ്പോയി 81 തവണ. 90-ൽ 9 10 തവണ, 81-ലും 9 തവണ. ഓക്കെ അല്ലേ? 9 72-ൽ 8 തവണ. 8 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 80 km/h. ഓപ്ഷൻ ബി ഈസ് ദ ആവറേജ് സ്പീഡ്. ദാറ്റ് ഈസ് വാട്ട്? 80 km/h. ഈ ഇക്വേഷൻ 2xy ഡിവൈഡഡ് ബൈ x + y. ഇതെങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയാൽ മതി. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ അതേ ദൂരം തന്നെ വീണ്ടും വേറെ സ്പീഡിൽ പോയി ആവറേജ് സ്പീഡ് ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഒരു കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ്, അങ്ങോട്ട് പോയത് x km/h, തിരിച്ചു വന്നത് y km/h. ഇവിടെയെല്ലാം ഡിസ്റ്റൻസ് കോൺസ്റ്റന്റാ. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്പീഡിൽ, അതായത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സിനാരിയോയിൽ ആവറേജ് സ്പീഡ് ചോദിച്ചാൽ ഇതാണ് കോൺസെപ്റ്റ്. രണ്ട് സ്പീഡും തന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് കോൺസെപ്റ്റ് 2xy ഡിവൈഡഡ് ബൈ x + y. ക്ലിയർ ആണ്? എക്സും y എന്ന് പറയുന്ന സ്പീഡാണ്. ഓർത്തിരിക്കണം, വിട്ടുപോകരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ, വെരി ഈസി. സോൾവ് ദിസ് വൺ. ക്വസ്റ്റ്യൻ കണ്ട് ഞെട്ടൊന്നും വേണ്ട. സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിയേ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 2000 രൂപ 7% പലിശയ്ക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണല്ലേ? ഓക്കെ, വെരി സിമ്പിൾ. 3 ഫെബ്രുവരി തൊട്ട് 17 ഏപ്രിൽ വരെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് SSCയുടെ ഫേവറേറ്റ് ആയിരുന്നു, NTPCയുടെ ഫേവറേറ്റ് ആയിരുന്നു, കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ PRT ഡിവൈഡഡ് ബൈ 100. ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നോക്കടാ, ടൈം നമുക്കൊരു വിഷയമാണ്. എടാ, ഒരു വർഷത്തേക്ക് 7% പലിശ. 7% പെർ ആനം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു വർഷമോ 2 വർഷമോ 1.5 വർഷമോ ഒക്കെ ഉണ്ടോ? ഇല്ല, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് തൊട്ട് 3 ഫെബ്രുവരി 2023 തൊട്ട് 17 ഏപ്രിൽ 2023 വരെ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, ഇങ്ങനെയാണ്. 2023 ആണ്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ എന്തുള്ളൂ? 28 ദിവസമേ ഉള്ളൂ അല്ലേ?
നോൺ ലീപ്പ് ഇയർ ആണ്, ലീപ്പ് ഇയർ അല്ലല്ലോ, നോൺ ലീപ്പ് ഇയർ ആണ്. ഓക്കെ, 3 ഫെബ്രുവരി തൊട്ട് 28 വരെ, 28 ഫെബ്രുവരി വരെ 25 ദിവസം. ഓക്കെ, പ്ലസ് മാർച്ച് മൊത്തം, ഫെബ്രുവരിന്റെ മാർച്ച് മൊത്തം എത്രയാണ്? 31 ദിവസമാണ്. പ്ലസ് ഏപ്രിലോ, ഏപ്രിൽ 17 തീയതി വരെയുള്ളൂ, 17. അപ്പൊ 48 പ്ലസ് 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 73 ഡേയ്സ്, 73 ഡേയ്സ് ആണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് ദിവസം കിട്ടി 73 ആണെന്ന്. എന്താ ഇൻട്രസ്റ്റ് അല്ല കാണണ്ടോ? PRT ഡിവൈഡഡ് ബൈ 100 തന്നെ എടുത്തോ. പി എന്ന് പറയുമ്പോൾ എന്താ? പ്രിൻസിപ്പൾ എത്രയാണ്? 2000 രൂപയാണ് പ്രിൻസിപ്പിൾ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 7 ആണ്. 7/100 ആണ്. 7/100 ഇൻറ്റു ടൈം പീരീഡ് എത്രയാടാ? 73 ദിവസമാണ്. അതായത് ഒരു വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ, സോറി, നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്രയാടാ? ഒരു വർഷം എന്ന് പറയുമ്പോൾ 365. ഒരു വർഷത്തേക്കാണ് 7% എന്ന് പറയുമ്പോൾ. അപ്പോൾ 73 ദിവസം എത്രയാണ്? 365ന്റെ ഒരു ഭാഗം മാത്രമാണ് 365. ഓക്കെ അല്ലേ? സെറ്റാണല്ലോ? എടാ വെട്ടിക്കളയടാ, എന്താ നോക്കാനുള്ള? 73 എന്ന് പറയുന്നത് 365 5 ടൈംസ് ആണ്. ഓക്കെ, ഈ 100 എന്ന് പറയുന്നത് ഇവിടെ വെട്ടിപ്പോയി. ഈ 5 എന്ന് പറയുന്നത് ഇവിടെ വെട്ടിക്കളയണം. എത്ര തവണ? 4 തവണ. 4 ഇൻറ്റു 7 എത്രയാടാ? 28 രൂപയായിരിക്കും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 28, ഓപ്ഷൻ ബി. എന്താ ചിന്തിക്കാളെ? ഒന്നുമില്ല. 28 ഈസ് റൈറ്റ് ആൻസർ. 28 ഇതാണ് ശരി ഉത്തരം. ക്ലിയർ അല്ലേ? 28 ആയിരിക്കും അതിന്റെ പലിശ, സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 28 രൂപയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ഇതും ചോദിച്ചിട്ടുണ്ട്, ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുണ്ട്. 101 ഷിഫ്റ്റുകളിൽ ചോദിച്ചിരിക്കുന്ന ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. വാക്കിംഗ് അറ്റ് 2/3 ഓഫ് ഹിസ് നോർമൽ സ്പീഡ്, നോർമൽ സ്പീഡിന്റെ 2/3 സ്പീഡിൽ നടക്കുകയാണ്. അഭിജിത്ത് is 18 minutes late in reaching his office. The usual time taken by him to cover the distance between his home and his office. Okay, യൂഷ്വൽ സ്പീഡ് ഇവിടെ എന്താണ്? വീട്ടിൽ നിന്ന് ഓഫീസിലേക്കാണ് പോകുന്നത്. അത് സ്പീഡ് കൂടുതലായിട്ട് നടന്ന് ഓഫീസിലേക്ക് എത്താം, സ്പീഡ് കുറവിൽ നടന്നിട്ടും ഓഫീസിലേക്ക് എത്താം. എന്തായാലും ഓഫീസിലേക്ക് തന്നെ പോകുന്നത്. വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഡിസ്റ്റൻസ് റിമൈൻസ് സെയിം. സ്പീഡിൽ നടന്നാലും ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ്. 2 കിലോമീറ്റർ ആണ് ഓഫീസിലേക്ക് എന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ അങ്ങനെ തന്നെ. സ്ലോവിൽ നടന്നാലും ആ 2 കിലോമീറ്റർ നടക്കണം. ഡിസ്റ്റൻസ് റിമൈൻസ് സെയിം. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മനസ്സിലാക്കിക്കോ, സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം ആണല്ലോ, പഠിച്ചിട്ടുണ്ട്. സ്പീഡിന്റെ റേഷ്യോ എത്രയാ? എടാ 3 ആണ് സ്പീഡെങ്കിൽ ഇപ്പൊ പോകുന്നത് 2-ലാണ്. സോ നോർമൽ സ്പീഡ് എത്രയാണ്? നോർമൽ സ്പീഡിന് എണ്ണം ഇടുന്നു. ഇപ്പൊ പോകുന്ന സ്പീഡ് ഉണ്ട്. സോ നോർമൽ സ്പീഡാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 3 ആണ് നോർമൽ സ്പീഡ്. ഇപ്പൊ പോകുന്നത് എത്രയാണ്? 2 യൂണിറ്റിലാണ് പോകുന്നത്. ദിസ് ഇസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ്. ഓക്കെ, സ്പീഡിന്റെ റേഷ്യോ 3:2 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കില്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? 2:3 ആയിരിക്കും. അതായത് ആദ്യം 2 യൂണിറ്റ് സമയം എടുത്തിരുന്നു, ഇപ്പോഴെടുക്കുന്നത് 3 യൂണിറ്റ് സമയമാണ്. അതായത് എത്ര വ്യത്യാസം വന്നു? 1 യൂണിറ്റ് സമയം അധികം എടുക്കുന്നുണ്ട്. ആ അധികം എടുക്കുന്ന സമയമല്ലേ ഇവിടെ ലേറ്റ് ആവുന്നത്? അല്ലേ? ലേറ്റ് ആവുന്നത് 18 മിനിറ്റ് ആണ്. അതുകൊണ്ട് എന്താണ്? 18 മിനിറ്റ് അധികം എടുത്തുകൊണ്ടാണ് 18 മിനിറ്റ് ലേറ്റ് ആവുന്നത്. 10 മണിക്ക് എത്തേണ്ട ആള് 10:18 എത്തുന്നത്. അപ്പൊ എത്രയാണ്? 18 മിനിറ്റ് അധികം എടുക്കുന്നത്. ടൈമിന്റെ ഡിഫറൻസ് 18 മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? എന്താ ചോദ്യം? യൂഷ്വൽ ടൈം ടേക്കൺ ബൈ ഹിം. സാധാരണ എത്ര സമയം എടുക്കാറുണ്ട്? സാധാരണ നോർമൽ എത്രയാണ്? നോർമലി 3 യൂണിറ്റ് ആണ്. അതായത് 3 യൂണിറ്റ് ആണ് സ്പീഡ്, 2 യൂണിറ്റ് ആണ് ടൈം. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 18 മിനിറ്റ് ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 36 മിനിറ്റ് അല്ലേ? 36 മിനിറ്റ് ആണ് ആള് നോർമലി ഓഫീസിലേക്ക് എത്താൻ എടുക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വാവ്, സിമ്പിൾ, ബേസിക് ലോജിക്, അത് മാത്രം ആവശ്യം മതി. സോ ദ നെക്സ്റ്റ് വൺ. There are so many next ones. നോക്കടാ, കാണു. നല്ല ക്വസ്റ്റ്യൻ. ഇത് SSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവരെന്ത് ചെയ്തു? ഓക്കെ, കുറെ കാലം ഇനി SSCക്ക് ചോദിച്ചതല്ലേ, ഇനി കുറച്ച് കാലം റെയിൽവേക്ക് ചോദിക്കാതെ വേണ്ടിട്ട് അവരെടുത്തിട്ടു തരും. ചോദിച്ചിട്ടുണ്ട് 2022 CGL-നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ, 2020 ചോദിച്ചിട്ടുണ്ട്, മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇപ്പൊ ഗ്രൂപ്പ് ഡിക്ക് 2025 കഴിഞ്ഞ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, ഇത് ചോദിച്ചിട്ടുണ്ട്. നമ്മളിത് ചോദിക്കണേക്കാൾ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ വെച്ചിട്ട് നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. P is any point inside the rectangle ABCD. PA is 57 cm, PB is equal to 9 cm, PC is equal to 54, length of PD. So first of all we need to draw a rectangle. അത് വരയ്ക്കേണ്ട ആവശ്യം ഇപ്പൊ മാത്രമേ ഉള്ളൂ, ഇനി വരയ്ക്കേണ്ടി വരില്ല. നോക്കിക്കോ, സോ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. സോ ദിസ് ഇസ് എ റെക്ടാങ്കിൾ. ഓക്കെ, ദിസ് ഇസ് എ റെക്ടാങ്കിൾ. ABCD is a rectangle. ABCD. ഓക്കെ, സോ ഈ ABCDയിൽ എന്താണ്? P is a point. ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. P is any point. P എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇതാണ് എൻ്റെ P എന്ന് പറയുന്ന പോയിന്റ്. കേൾക്കണം കേട്ടോ. സോ
പി എ ഉണ്ട്, പി എ ഉണ്ട്, പി ബി ഉണ്ട്, പി സി ഉണ്ട്, പി ഡി ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ലൈൻസ് എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇതിൻ്റെയൊക്കെ ലെങ്ത് തന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. പി എ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ബി സ്ക്വയർ പ്ലസ് പി ഡി സ്ക്വയർ. ഈ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ്? പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു വെർട്ടക്സിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടക്സിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അവ തമ്മിൽ ആഡ് ചെയ്യുക. ഇസ് ഈക്വൽ ടു സെയിം പ്രോസസ്സ്, മറ്റൊരു വെർട്ടക്സിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വെർട്ടക്സിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ദോസ് ആർ ഈക്വൽ. പി ഈസ് എനി പോയിന്റ്, ഏത് പോയിന്റ് വേണമെങ്കിലും പിനെ എടുത്തോ, അത് റെക്ടാംഗിളിന്റെ ഉള്ളിലായാൽ മതി. ഗോട്ട് ഇറ്റ്? സോ ഇതേ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പി എ എന്ന് പറയുമ്പോൾ എന്താണ്? 57 സ്ക്വയർ 57 സ്ക്വയർ പ്ലസ് പി സി എന്ന് പറയുമ്പോൾ എന്താ? പി സി എന്ന് പറയുമ്പോൾ 54 സ്ക്വയർ എന്ന് പറയുന്നത് പി ബി എന്ന് പറയുമ്പോൾ 9 സ്ക്വയർ പ്ലസ് പി ഡി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇതിന്റെ സ്ക്വയർ ഒക്കെ കണ്ടുവരുമ്പോഴേക്കും നേരം വെളുക്കും. ജസ്റ്റ് സീ ദ യൂണിറ്റ് ഡിജിറ്റ്, ജസ്റ്റ് ഒബ്സർവ് ദ യൂണിറ്റ് ഡിജിറ്റ്. 7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 7ന്റെ സ്ക്വയർ 49 9 ആയിരിക്കും. പ്ലസ് 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16, സോ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും അല്ല. ഇസ് ഈക്വൽ ടു 9ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 81 1 പ്ലസ് എടാ പി ഡി സ്ക്വയർ നമുക്കറിയില്ല. ഓക്കെ, 9 + 6 എത്രയാണ്? 9 + 6 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 + 6 15, 5 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. അപ്പൊ ഇവിടെയും എന്ത് വരണം? 5 വരണം. ഇവിടെയും 5 വരണമെങ്കിൽ 1 പ്ലസ് ഇവിടെ എന്ത് വരണം? 4 വരണം ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട്. 4 ലാസ്റ്റ് ഡിജിറ്റ് വരണമെങ്കിൽ 76ന്റെ സ്ക്വയർ 6 ആണ് വരിക. 83ന്റെ സ്ക്വയർ 9 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ഇതിന്റെ 0 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. 4 ലാസ്റ്റ് ഡിജിറ്റ് വരണമെങ്കിൽ 8 × 8 64. 4 ലാസ്റ്റ് ഡിജിറ്റ് വരണമെങ്കിൽ ഓപ്ഷൻ ഡി 78 ഈസ് വാട്ട് ദ ലെങ്ത് ഓഫ് പി ഡി ആൻഡ് ദാറ്റ് ഈസ് ആൻസർ. ഗോട്ട് ഇറ്റ്? ക്ലിയർ? സിമ്പിൾ. അല്ലാതെ ഇവിടെ സ്ക്വയർ കണ്ടട്ടാ, നമുക്ക് അത്ര സമയമൊന്നുമില്ല കേട്ടോ. സോ ഇതാണ് സംഭവം, ഇങ്ങനെ തന്നെ ചെയ്യണം. ദിസ് ഈസ് എ മെത്തേഡ് ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ദിസ് വൺ ക്വസ്റ്റിന്റെ വലിപ്പം കണ്ട് ഞെട്ടരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ. അറേഞ്ച് ദ ഫോളോയിങ് സ്കീംസ് ഇൻ അസെൻഡിങ് ഓർഡർ. ഡിസ്കൗണ്ടുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈ 3 get 2 free. അതിന്റെ ഡിസ്കൗണ്ട് എത്രയാ? ബൈ 2 get 3 free. ശ്രദ്ധിച്ചോ, അതിന്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബൈ 3 get 2 free. 3 എണ്ണം വാങ്ങിച്ചാൽ 2 എണ്ണം ഫ്രീ. അതിന്റെ ഡിസ്കൗണ്ട് കാണാനായിട്ട് ഫ്രീ കിട്ടുന്നത്, ശ്രദ്ധിച്ചോ, ഫ്രീ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ടോട്ടലി. ഇതായിരിക്കും അതിന്റെ ഇൻറ്റു 100% കേട്ടോ. ഇൻറ്റു 100% ഇതായിരിക്കും അതിന്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റു 100%. സി ഇൻറ്റു 100%. ഓക്കെ, ഇതാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഫ്രീ എത്രയാടാ? 2 എണ്ണം ഡിവൈഡഡ് ബൈ എത്ര എണ്ണം? 5 എണ്ണമാണ് ടോട്ടൽ കിട്ടുന്നത്. 3 എണ്ണം വാങ്ങുമ്പോൾ 2 എണ്ണം കൂടെ കിട്ടുകയാണെങ്കിൽ 3 + 2 എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ് ടോട്ടൽ. 2/5 എന്ന് പറയുമ്പോൾ എത്രയാടാ? 2/5 എന്ന് പറയുമ്പോൾ 1/5 20 ആണെന്നുണ്ടെങ്കിൽ 2/5 എന്ന് പറയുമ്പോൾ 40% ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട്. ഇവിടുത്തെ സിംഗിൾ ഡിസ്കൗണ്ട് ഓഫ് 65, ഇത് 65 ആണ്. 65 ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 31 14. ഓക്കെ, 31 14 സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 31 + 40. സക്സസീവ് ഡിസ്കൗണ്ട് എങ്ങനെയാണ്? 2 എണ്ണത്തിന്റെ 31 41 ആകുമ്പോൾ 71 മൈനസ് 30 × 31 × 40 ഡിവൈഡഡ് ബൈ 100 ആണല്ലോ. സോ ഇത് വെട്ടിപ്പോയി. നമുക്കറിയാം 31 × 4 എന്ന് പറയുമ്പോൾ 124 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്രയാടാ? 12.4 ആണ് വരിക. 12.4 11 പോവാണെന്നുണ്ടെങ്കിൽ 60 ആയേനെ. 12 ആണെന്നുണ്ടെങ്കിൽ 59 ആണെങ്കിൽ 58.6% ഇത്. ഓക്കെ, സോ അസെൻഡിങ് ഓർഡർ ആണ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഏറ്റവും ചെറിയ ഡിസ്കൗണ്ട് ആരാ? ഏറ്റവും ചെറിയ ഡിസ്കൗണ്ട് എ ആണ്. ഏറ്റവും ചെറിയ ഡിസ്കൗണ്ട്. പിന്നെ ചെറിയ ഡിസ്കൗണ്ട് ആരാ? പിന്നെ ആരാണ്? 58.6 ആണ്. സി ആണ് ഏറ്റവും ചെറുത്. പിന്നെ ചെറുതാരാ? പിന്നെ ചെറുതല്ല, പിന്നെ വലുതാണ് അല്ലെ. ആരാണ്? ബി ആണ്. ACB ഇസ് ദ ഓർഡർ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ACB ഇസ് ദ ഓർഡർ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ. സക്സസീവ് ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ ഈ ബൈ 2 get free, ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇതൊക്കെ വളരെ എളുപ്പമാണ്, ഒന്നുമില്ല ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് വൺ. പൈപ്പ് ആൻഡ് സിസ്റ്റം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് ചെയ്യാനും പറ്റും. 1 pipe can fill a tank in 5 minutes. Okay, while another pipe can empty the complete tank in 10 minutes. ഒരാൾ ഫില്ല് ചെയ്യും, മറ്റാൾ എംറ്റി ആക്കും. ഇഫ് ബോത്ത് പൈപ്സ് ആർ ഓപ്പൺഡ് ടുഗദർ when the tank is empty, then how many minutes will it take to fill the one half of the tank? അതായത് half of the tank.
ഹാഫ് ഓഫ് ദ ടാങ്ക്. 1/2 എന്ന് പറയുമ്പോൾ 1.5 അല്ല, ഹാഫ് ഓഫ് ദ ടാങ്ക്. ഓക്കെ ഓക്കെ. സോ ഒരു പൈപ്പ് 5 മിനിറ്റ് കൊണ്ട് നിറയ്ക്കും. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് നിറയ്ക്കും. ഒരു പൈപ്പ് 10 മിനിറ്റ് കൊണ്ട് കാലിയാക്കും. ഓക്കെ, സോ നമുക്ക് ടാങ്കിൻ്റെ കപ്പാസിറ്റി 10 ആയിട്ട് തന്നെ എടുക്കാം അല്ലേ. ഫില്ലാക്കുന്ന ടാങ്കിൻ്റെ എഫിഷ്യൻസി 2 ആണ്, +2 നിർന്നു, കാരണം പോസിറ്റീവ് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. നിറയ്ക്കുകയാണല്ലോ, ഇവിടെ നിന്നാണ് -1 ആണ്, നെഗറ്റീവ് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ രണ്ടെണ്ണത്തിൻ്റെ എഫിഷ്യൻസി. +2ഉം -1 ആണ് എഫിഷ്യൻസി. രണ്ടുപേരും ഒരുമിച്ച് ഓപ്പൺ ആക്കി. ഓക്കെ, രണ്ടുപേരും ഒരുമിച്ച് ഓപ്പൺ ആക്കുമ്പോൾ ഫില്ലാക്കേണ്ട ടാങ്ക് +2 ജോലി ചെയ്യും, എം ടി ആക്കേണ്ട ടാങ്ക് -1 ചെയ്യും. അപ്പോൾ രണ്ടുപേരും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി നടക്കുന്നത് +1 ജോലിയാണ് നടക്കുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള വർക്ക് തന്നെ ഫില്ലാക്കുന്നത് ഒരു യൂണിറ്റ് വെച്ചാണ് ഫില്ലാക്കുന്നത്. ടാങ്കിന്റെ കപ്പാസിറ്റി എത്ര? 10 ആണല്ലോ, 10 ആണ് കപ്പാസിറ്റി കേട്ടോ. കപ്പാസിറ്റി 10 ആണ്. ആ 10 യൂണിറ്റിന്റെ പകുതിയാണ് വേണ്ടോ, ഹാഫ് അല്ലേ. 10 യൂണിറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ് നിറയാനായിട്ട് രണ്ടുപേരും കൂടെ ഓപ്പൺ ആക്കിയിടുകയാണെങ്കിൽ 1 യൂണിറ്റ് വർക്കാണ് 1 മിനിറ്റിൽ നടക്കുന്നത്. അങ്ങനെ എത്ര മിനിറ്റ് വേണം? 5/1 അല്ല, 5/+1 അല്ലേ. സോ എന്ത് നടക്കുന്നു? 5 മിനിറ്റ് സമയം കൊണ്ടായിരിക്കും അതിന്റെ ഹാഫ് എന്നറിയാം. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സിമ്പിളാണ്, ഒന്നുമില്ല ഇതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ടൈപ്പാണ്. സോ അടുത്തത് എല്ലാ ക്വസ്റ്റനും ചെയ്തോ? ഇല്ല, ഇനിയുണ്ട് 2-3 ക്വസ്റ്റൻ കൂടി ഉണ്ട് കേട്ടോ. 3 ക്വസ്റ്റൻ ഉണ്ട്. നോക്കിയോ. ഓക്കെ, മെൻസുറേഷൻ, 3-dimensional മെൻസുറേഷൻ. ഇഫ് ദ റേഡിയസ് ഓഫ് സിലിണ്ടർ ഈസ് ഹാഫ് ആൻഡ് ഹൈറ്റ് ഈസ് ഡബിൾഡ്, വാട്ട് വിൽ ബി ദ വോളിയം? വോളിയത്തിന് സംഭവിക്കും. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? πr²h ആണ് സിലിണ്ടറിന്റെ വോളിയം. അതിലും സംശയമില്ലല്ലോ, അതിൽ ആർക്കും സംശയമില്ല, എല്ലാവർക്കും അറിയണം കേട്ടോ. മെൻസുറേഷനിലൊക്കെ ഇത് തന്നെയാണ്, ഇക്വേഷൻസ് ആണ് ഫുള്ള്. സിലിണ്ടറിന്റെ റേഡിയസ് പകുതിയാക്കി കഴിഞ്ഞാൽ π ഇൻറ്റു റേഡിയസ് പകുതിയാക്കി, r എന്ന് പറയുന്നത് r/2 ആക്കി. πr² ആണല്ലോ, എന്താണെങ്കിലും റേഡിയസിന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്താക്കി മാറ്റിയടാ? ഹൈറ്റ് ഇസ് ഡബിൾഡ്. h എന്ന് പറയുന്നത് 2h ആയി മാറി. എന്ത് മാറ്റം സംഭവിച്ചത്? πr²/4 ഇൻറ്റു 2h ഇതാണ് സംഭവിച്ചത് അല്ലേ. സോ ഈ 2ഉം വെട്ടിപ്പോയിട്ട് ഇവിടെ 2 വന്നു. സോ വോളിയം എന്തായി മാറിയടാ? πr²h/2 എന്നായി മാറി വോളിയം അല്ലേ. എടാ ഇതെന്താ സംഭവിച്ച വോളിയത്തിന്? എടാ വോളിയം πr². ഇതെന്തായി മാറി? πr²/2 ആയി മാറി. അതിനർത്ഥം എന്താ? വോളിയം എന്തായി മാറിയടാ? പകുതിയായി മാറി, ഹാഫ്ഡ്. ഓപ്ഷൻ ഡി. ദെൻ ഇറ്റ്സ് വോളിയം വിൽ ബി ഹാഫ്ഡ്. പകുതിയായി മാറി. റേഡിയസ് പകുതിയായി, ഹൈറ്റ് ഡബിളായി, അപ്പോൾ വോളിയം പകുതിയായി. പൈ എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഇല്ല ഇവിടെ. പൈ എന്ന് പറയുന്നത് ചുമ്മാ ഇടുന്നതാ. റേഡിയസും ഹൈറ്റും മാത്രമാണ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പൈ ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. റേഡിയസും ഹൈറ്റുമാണ് വേരിയബിൾസ്. അതിന് മാറ്റം വരുമ്പോഴാണ് വോളിയത്തിന് മാറ്റം വരുന്നത്. പൈക്ക് മാറ്റം വരുമോ? പൈ ഇസ് ഓൾവേസ് 3.1415926575. സംതിങ് ലൈക്ക് ആൻ ഇറാഷണൽ നമ്പർ, നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ പാർട്ടുള്ള ഇറാഷണൽ നമ്പറാണ് പൈ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ട് 22/7 ആണ്. അതിന് മാറ്റമൊന്നുമില്ല, അത് എപ്പോഴും അത് തന്നെയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതൊരു 1.5 ക്വസ്റ്റ്യൻ വരും. സോൾവ് ദിസ്. ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ടൊന്നും പേടിക്കരുത്, ഞെട്ടരുത്, സിമ്പിളാണ്. ഇൻ എ ക്വാഡ്രിലാറ്ററൽ PQRS ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ ആറും ആംഗിൾ എസും. എടാ പേടിക്കാൻ മാത്രമൊന്നുമില്ല, കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാ. ഇത് നമ്മൾ ചെയ്ത് പഠിച്ചേ മതിയാവൂ. ഇഫ് യു വാണ്ട് ടു ക്രാക്ക് ഗ്രൂപ്പ് ഡി യു ഹാവ് ടു സോൾവ് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. In quadrilateral PQRS, bisectors angle R and S meet at T. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ദിസ് ഈസ് മൈ ക്വാഡ്രിലാറ്ററൽ ABCD. സോറി, PQRS. PQRS എന്താ പറഞ്ഞിരിക്കുന്നത്? ആറിൻ്റെയും എസിൻ്റെയും ബൈസെക്ടേഴ്സ്. എസ് എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്, ആർ എന്ന് പറയുന്ന ആംഗിൾ ആണ്. ഇതിന്റെ ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താടാ? ഇതിന്റെ ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്ന ലൈൻസ് ആണ് ബൈസെക്ടേഴ്സ്. സോ ആറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ബൈസെക്ടർ ആണ് ഇതെന്ന് വിചാരിക്കുക, എസിനെ ഡിവൈഡ് ചെയ്യുന്ന ബൈസെക്ടർ ആണ് ഇതെന്ന് വിചാരിക്കുക. ദീസ് ആർ ബൈസെക്ടേഴ്സ്. ഞാനൊരു ക്രോസ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ബൈസെക്ടറിനെ വെട്ടിമുറിക്കുന്നു എന്ന് കാണിക്കാനായിട്ടാണ്. ഓക്കെ, പോയിന്റ് ടി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, STR 40 ആണ്. STR എന്താടാ? യെസ്, ദിസ് ആംഗിൾ ഇസ് വാട്ട്? 40. ഓക്കെ, ഈ ആംഗിൾ തന്നിട്ടുണ്ട് 40. ഇഫ് ദ റേഷ്യോ ഓഫ് P to Q 3:5, അതായത് P എന്ന് പറയുന്നത് 3 ആണെങ്കിൽ P എന്ന് പറയുന്നത് 3 യൂണിറ്റ്, 3 യൂണിറ്റ് ആണ്. Q എന്ന് പറയുന്നത് എത്രയാണ്? Q എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഓക്കെ, സമ്മതിച്ചു. എടാ നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ Q ആൻഡ് P ആണ് ചോദിച്ചിരിക്കുന്നത്. എടാ നമുക്ക് അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെച്ചോ. STR ശ്രദ്ധിച്ചോ, ആംഗിൾ STR എന്ന് പറയുമ്പോൾ ആ രണ്ട് ആംഗിളിന്റെ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ആംഗിൾ Pയുടെയും ആംഗിൾ Qവിൻ്റെയും ബൈസെക്ട് ചെയ്യാത്ത ബാക്കിയുള്ള രണ്ട് ആംഗിളിന്റെ ആവറേജ് ആയിരിക്കും അതിന്റെ ആൻസർ.
ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കറിയാം പി എന്ന് പറയുന്നത് 3 യൂണിറ്റ്, ക്യൂ എന്ന് പറയുന്നത് 4 യൂണിറ്റ്. സോ 3ഉം 5ഉം ആണല്ലോ, 4 അല്ല 5 ആണ് കേട്ടോ. ഓക്കെ, ഞാൻ 4 തവണ എടുത്ത് 5 ആണ്. സോ ഇത് 5 യൂണിറ്റ് ഒരേ കളർ തന്നെ എടുക്കുക, 5 യൂണിറ്റ്. ഓക്കെ, 3 + 5 എന്ന് പറയുന്ന 8 യൂണിറ്റ്. 8 യൂണിറ്റിന്റെ പകുതി എത്രയാണ്? 4 യൂണിറ്റ്. ഈ 4 യൂണിറ്റ് ആണ് STR എന്ന് പറയുന്നത്. STR എത്രയാ? 40 എന്ന് പറയുന്നത്. എന്താ ചോദിക്കുന്നത്? 40 ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. ക്യൂവും പിയും തമ്മിലുള്ള ഡിഫറൻസ് 5 യൂണിറ്റും 3 യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? 2 യൂണിറ്റ് അല്ലേ? സോ ആ 2 യൂണിറ്റ് ആണ് ചോദിക്കണം. 4 യൂണിറ്റ് 40 ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 40ന്റെ പകുതി എത്രയാടാ? 20 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റിസൾട്ട് പഠിച്ചു വെച്ചോ. 2 ആംഗിളിന്റെ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബൈസെക്ടേഴ്സും ആ ഇന്റർസെക്ഷൻ പോയിന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് അതർ 2 ആംഗിൾസ്. ആ ക്വാഡ്രിലാറ്ററലിന്റെ ബൈസെക്ട് ചെയ്യാത്ത ബാക്കിയുള്ള 2 ആംഗിൾ ഉണ്ടല്ലോ, ഇവിടെയുള്ള പിയും ക്യൂവും പോലെ, അതിന്റെ ആവറേജ് ആയിരിക്കും ആ ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സം ചെയ്യുക, ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2, 2 കൊണ്ട് ഹരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ചെയ്യണം, നിങ്ങളത് ചെയ്താൽ മതി. ഓക്കെ, സോ യെസ്, ആൻഡ് ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ മോഡ്. മോഡ് ഈസ് വാട്ട്? മോഡ് ഇസ് എ മോസ്റ്റ് റിപ്പീറ്റിംഗ് ഡാറ്റ, അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഏത് ഡാറ്റയാണോ ആ ഡാറ്റയുടെ വാല്യൂ ആണ് മോഡ്. ആ ഡാറ്റ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, ആ ഡാറ്റയുടെ വാല്യൂ ആണ് മോഡ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്? ദിസ് ഇസ് ഹോംവർക്ക് ഫോർ യു ഗൈസ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് താഴെ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. മാത്രമല്ല ഈ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, ഇത് എഫക്റ്റീവ് ആണോ, ഈ പഠിച്ച ക്വസ്റ്റ്യൻസിന്റെ മെത്തേഡുകൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, മനസ്സിലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. And thank you, bye-bye, and all the best for upcoming all exams. ഗ്രൂപ്പ് ഡി ആണെങ്കിലും SSC ആണെങ്കിലും ഏത് എക്സാമുകൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. മോക്ക് ടെസ്റ്റ് എടുക്കുക, റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കണം. മാത്രമല്ല നിങ്ങൾ മോക്ക് ടെസ്റ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക് വാങ്ങിച്ചിട്ട് അത് പഠിക്കണം, വർക്കൗട്ട് ചെയ്യണം. സിലബസ് കംപ്ലീഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് റിവിഷൻ, ഇത് തന്നെയാണ് സ്ട്രാറ്റജി. ആൻഡ് ബൈ, താങ്ക് യു.